Hi all, welcome back to Litsphere Malayalam. How are you all doing? Hope all of you are good. So, we are going to start a new video today. So, today we are going to start the first unit, which is the mirror within. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫൂഫിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ നെയിം? ഫൂഫി. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ ചാപ്റ്റർ ദർ ഇസ് എ പിക്ചർ, റൈറ്റ്? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ആൻഡ് ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഫോട്ടോഗ്രാഫാണെന്ന്. ബട്ട് നോ, ഇറ്റ്സ് എ ഓയിൽ പെയിൻറ്റിങ്. ആൻഡ് ഇറ്റ്സ് ബൈ റിനോവേഡ് ഫ്രഞ്ച് പെയിൻറ്റർ എമിൽ റിനോഫ് വരച്ച ഒരു ഓയിൽ പെയിൻറ്റിംഗ് ആണ്. ആൻഡ് ദ ടൈറ്റിൽ എന്താണ് അതിൻ്റെ? ദ ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ നമുക്ക് ആ പിക്ചറിൽ നിന്ന് തന്നെ ഇറ്റ്സ് ഒബ്വിയസ്, റൈറ്റ്? ദർ ഇസ് എൻ ഓൾഡ് മാൻ ഇൻ ദ ബോട്ട്. ആ ഓൾഡ് മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റിൽ ഗേൾ ഉണ്ട്. ആൻഡ് ദിസ് ലിറ്റിൽ ഗേൾ ഈസ് ഹെൽപ്പിംഗ് ഹിം. സോ ഈവൻ ദോ ഷീ ഈസ് വെരി സ്മോൾ, അവൾ വളരെ ചെറിയൊരു കുട്ടിയാണെങ്കിലും ഷീ ഈസ് ഹെൽപ്പിംഗ്. സോ നമ്മുടെ ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടും നമുക്ക് വേറൊരാളോട് വേണ്ട എമ്പത്തീനെ പറ്റിയിട്ടും നമ്മുടെ ഉള്ളിലുള്ള കുറേ ഇമോഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ യൂണിറ്റ് കാണിക്കുന്നത്. സോ ബേസിക്കലി ദിസ് പെയിൻറ്റിങ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് യൂണിറ്റ്. ഈ യൂണിറ്റിലുള്ള എല്ലാ ലെസൺസും കാണിക്കുന്നത് എന്തൊക്കെയാണ്? ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടും ഇമോഷൻസിനെ പറ്റിയിട്ടും വാല്യൂസിനെ പറ്റിയിട്ടൊക്കെയാണ്. സോ ഇൻ ദ നെക്സ്റ്റ് പേജ് വി ക്യാൻ സീ എ ഹൈക്കു. ഒരു ഹൈക്കു കാണാം അല്ലേ? ഹാവ് യു എവർ ഹേർഡ് ഓഫ് ഹൈക്കു? ഹൈക്കു എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ഹൈക്കു മീൻസ് എ ഷോർട്ട് പോയം. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പോയത്തിനെയാണ് നമ്മൾ ഹൈക്കു എന്ന് പറയുക. മൂന്ന് വരികളെ ഈ പോയത്തിന് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ജാപ്പനീസ് പോയത്തിനെയാണ് നമ്മൾ ഹൈക്കു എന്ന് പറയുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഷോർട്ട് ആൻഡ് ക്രിസ്പ്, പക്ഷേ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മീനിങ് ആ 3 ലൈൻസിലുണ്ടാവും. യു ക്യാൻ സീ ആൻ ഹൈക്കു ഹിയർ. നമുക്കിവിടെ ഒരു ഹൈക്കു ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓ സ്നെയിൽ, ക്ലൈംബ് മൗണ്ട് ഫുജി ബട്ട് സ്ലോലി. സോ ദിസ് ഈസ് ദ ഹൈക്കു. ആൻഡ് ആസ് യു ക്യാൻ സീ ദർ ആർ ഓൺലി 3 ലൈൻസ്. സ്നെയിൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒച്ചാണ്. ആൻഡ് വാട്ട്സ് മൗണ്ട് ഫുജി എന്ന് പറഞ്ഞാൽ ജപ്പാനിലുള്ള വൺ ഓഫ് ദ ഫേമസ് മൗണ്ടെയിൻ ആണ്. ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വോൾക്കാനോ ആൻഡ് ഇറ്റ് ഈസ് വെരി മച്ച് ഫേമസ് ഫോർ ഇറ്റ്സ് സിമെട്രിക്കൽ ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ? നല്ല നമ്മൾ ഡ്രോയിങ്സിലൊക്കെ ഉണ്ടാകുന്നത് പോലത്തെ നല്ല സിമെട്രിക്കൽ ഷേപ്പുള്ളൊരു മൗണ്ടെയിൻ ആണ് ഫുജി. ഞാനിവിടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ മൗണ്ട് ഫുജി എന്താണ്? ഈ സ്നെയിലിനോട് ക്ലൈംബ് ചെയ്യാൻ പറയുകയാണല്ലേ. പെട്ടെന്നൊന്നും പറ്റിയില്ലെങ്കിലും മെല്ലെ പതിയെ അത് നമ്മൾ ക്ലൈംബ് ചെയ്യണമെന്ന് സ്നെയിലിനോട് ഇവിടെ പോയിട്ട് പറയാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഭയങ്കര ഡീപ്പർ മീനിങ് ഉള്ളൊരു സംഭവമാണ്. നമ്മുടെ കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു ഒച്ചിന് മൗണ്ട് ഫുജി മൊത്തം ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്ലോലി ഇഫ് വി പുട്ട് അവർ എഫേർട്സ് കൺസിസ്റ്റൻ്റ്ലി വി ക്യാൻ ക്ലൈംബ് മൗണ്ട് ഫുജി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൗണ്ട് ഫുജി ക്ലൈംബ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ദ ഹൈക്കു. സോ ദർ ആർ സർട്ടൻ ക്വസ്റ്റ്യൻസ്. എന്താണ്? ഇഫ് യു വേർ ദ സ്നെയിൽ ക്ലൈംബിംഗ് ദ മൗണ്ടെയിൻ ഓഫ് യുവർ ലൈഫ്, ഹൗ വുഡ് യു കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ്? നിങ്ങളാണ് ആ സ്നെയിലെങ്കിൽ നിങ്ങളുടെ ലൈഫാവുന്ന ഫുജി, നിങ്ങൾ ആ മൗണ്ടെയിൻ നിങ്ങൾ എങ്ങനെ ക്ലൈംബ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ആക്കി വെക്കും? സോ വി നോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, റൈറ്റ്? നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മളത് സ്റ്റോപ്പ് ചെയ്യരുത്. നേരെ മറിച്ച് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. സോ നിങ്ങളത് എങ്ങനെ ചെയ്യും എന്നുള്ളത് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് ഐ വേർ ദ സ്നെയിൽ ഐ വുഡ് എന്താ ചെയ്യുക? നെവർ ഗിവ് അപ്പ് അൺടിൽ ഐ റീച്ച് മൈ ഗോൾ. എൻ്റെ ഗോളിൽ എത്തുന്നത് വരെ ഞാൻ എന്ത് ചെയ്യില്ല? ഗിവ് അപ്പ് ചെയ്യില്ല. ആൻഡ് ഇൻ ദ സെക്കൻഡ് ഐ വുഡ് കീപ് ഗോയിങ് ബൈ. എങ്ങനെ? വർക്കിംഗ് ഹാർഡ് എവറി ഡേ. എല്ലാ ദിവസവും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ കീപ് ഗോയിങ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഐ വുഡ് ടെൽ മൈസെൽഫ് ദാറ്റ്, ഞാൻ എന്നോട് തന്നെ പറയും എന്ത്? സ്ലോ പ്രോഗ്രസ് ഈസ് സ്റ്റിൽ പ്രോഗ്രസ്. മെല്ലെ പ്രോഗ്രസ് ആയാലും അതൊരു പ്രോഗ്രസ് ആണ്. സോ എവറി ഡേ ഈവൻ ഇഫ് ഇറ്റ്സ് 1% ഇറ്റ്സ് എൻ ഇംപ്രൂവ്മെൻറ്റ്. നമുക്കൊരു ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മളെന്താണ് 1% നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. ഇറ്റ്സ് സ്റ്റിൽ എ പ്രോഗ്രസ്. ഒന്നും ചെയ്യാത്തതിനേക്കാളും ബെറ്ററാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് അല്ലേ? സോ ഈവൻ ഇഫ് വി ആർ ഡൂയിങ് എ 1% or 0.1% a thing a day, it's still a progress. So you can write your answers. I'm just giving my answers here. Also another set of questions are here. Do you think progress can be defined by pace? Share your views with your friends. Progress എന്ന് പറയുന്നത് പേസ് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. വാട്ട് ഈസ് പേസ്? നമ്മളൊരു കാര്യം ചെയ്യുന്ന സ്പീഡ് അല്ലേ ആണോ? സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അക്കോർഡിംഗ് ടു ദാറ്റ് യു ക്യാൻ ആൻസർ ദിസ്. ഐ തിങ്ക് പ്രോഗ്രസ് ഈസ് എന്താണ്? നോട്ട് റിലേറ്റഡ് ടു പേസുമായിട്ട് പ്രോഗ്രസ്സിന് റിലേഷൻസ് ഇല്ല. വിച്ച് മീൻസ് ഈവൻ ഇഫ് യു ആർ സ്ലോ വി ക്യാൻ ഡെഫിനറ്റ്ലി അച്ചീവ് അവർ ഗോൾ. നമ്മൾ മെല്ലെയാണ് ചെയ്യുന്നതെങ്കിലും പേസ് കുറവാണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഐ ബിലീവ് സ്പീഡ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് എല്ലാം തോന്നുന്നത്? ബിക്കോസ് റീച്ചിങ് ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. എത്ര വേഗത്തിൽ ചെയ്തു എന്നതിനേക്കാളും നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ യു ക്യാൻ റൈറ്റ് യുവർ ആൻസേഴ്സ്. ആൻഡ് ഓൾസോ ദർ ഇസ് അനദർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദാറ്റ്? യു ക്യാൻ അറ്റംപ്റ്റ് എ ഹൈക്കു ഓഫ് എനി ചോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് വെച്ച് നിങ്ങൾക്ക് ഒരു ഹൈക്കു എഴുതി നോക്കാം. ഇറ്റ് വിൽ ബി വെരി നൈസ് ഇഫ് യു റൈറ്റ് എ ഹൈക്കു. എന്താണ്? അധികം എഫോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 3 ലൈൻസ് എഴുതേണ്ടതുള്ളൂ. സോ യു ക്യാൻ അറ്റംപ്റ്റ് ദാറ്റ് ഓൾസോ. Think of an incident that offered you a valuable lesson in life. How can such experience help build healthy relationships?
Let's read an anecdote about one such experience. So, we are going to read one of the life experience of the author Trevor Noah. Trevor Noah എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ഓതറിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് സം ലെസൺസ് ദാറ്റ് ഹി ലേൺഡ് ത്രൂ ഹിസ് ലൈഫ്. At the end of the text, there is a description about the author. Trevor Noah is a South African stand-up comedian, television host, a writer, political commentator and author. So majority of us have seen him. നമ്മുടെ യൂട്യൂബ് ഷോർട്സിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നമ്മൾ ടർവർ നോയിനെ കണ്ടിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഉണ്ടാവും അല്ലേ? സോ യു ക്യാൻ ഗോ ആൻഡ് സെർച്ച് ഹിസ് പ്രൊഫൈൽ സോ ദാറ്റ് യു ക്യാൻ സീ ഹിം. വളരെ പോപ്പുലറായിട്ടുള്ളൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ അവരുടെ ഷോർട്സൊക്കെ നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ ഫെമിലിയർ അല്ലാത്തൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നോ വേർഡ്സ് യു ക്യാൻ നോട്ടീസ്. ആൻഡ് ഹീ ഈസ് ബോൺ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ഹീ ഈസ് വെരി ഫേമസ് ഫോർ ഹിസ് ഷോ, ദ ഡെയിലി ഷോ എന്ന് പറഞ്ഞൊരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഷോയാണ്. ആൻഡ് ബോൺ എ ക്രൈം എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ്. അതിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ് ഫൂഫി. അപ്പം സോ ഇറ്റ് ഈസ് എ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ മൂവിങ് ഓൺ ടു ഫൂഫി. എ മന്ത് ആഫ്റ്റർ വി മൂവ് ടു ഏഡൻ പാർക്ക്, മൈ മദർ ബ്രോട്ട് ഹോം 2 cats, black cats, beautiful creatures. In a black neighborhood, you wouldn't dare own a cat, especially a black cat. That would be like wearing a sign that said, "Hello, I'm a witch." Since we had moved to a colored neighborhood, my mom thought that the cats would be okay. Once they were grown, we let them out during the day to roam the neighborhood. ഇവിടെ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് ഓതർ പറയുന്നത്? അവരെന്ത് ചെയ്യാണ്? ദേ മൂവ് ടു ഏഡൻ പാർക്ക്. അവരുടെ പഴയ സ്ഥലത്ത് നിന്ന് അവർ ഏഡൻ പാർക്ക് എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥലത്തേക്ക്, പുതിയൊരു നൈബർഹുഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ആൻഡ് ദേ ബോട്ട് 2 cats. 2 പുതിയ ക്യാറ്റ്സിനെ അവർ വാങ്ങി. ആൻഡ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദോസ് ക്യാറ്റ്സ്? അതെന്താണ്? ബ്ലാക്ക് ക്യാറ്റ്സ് ആണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാറ്റ്സ് ആണ്. പക്ഷേ അവരുടെ ബ്ലാക്ക് നൈബർഹുഡിൽ, അവർ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത്, ആഫ്രിക്കൻസ് അല്ലേ, അവരെന്താണ്? ബ്ലാക്ക്സ് ആണല്ലോ. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ പഴയ നൈബർഹുഡിൽ ദേ കാൺഡ് ബൈ എ ബ്ലാക്ക് ക്യാറ്റ്. അവർക്ക് ഒരു ബ്ലാക്ക് ക്യാറ്റിനെ വാങ്ങാൻ പറ്റില്ല. കാരണം എന്താ? ദർ ഇസ് എ സൂപ്പർസ്റ്റിഷൻ, ഒരു അന്ധവിശ്വാസമുണ്ട്. എന്താണ്? ബ്ലാക്ക് ക്യാറ്റ്സ് ആർ ഈക്വലൻ ടു വിച്ചസ്. ഈ ബ്ലാക്ക് ക്യാറ്റ്സ് എന്ന് പറയുന്നത് വിച്ചസ് ആണ്, അല്ലെങ്കിൽ അതൊരു ബാഡ് ലക്കാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സിൻസ് ദേ മൂവ് ടു ഏഡൻ പാർക്ക്, ഇപ്പോൾ അവരെവിടെയാണ്? ഏഡൻ പാർക്കിലാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കളേർഡ് നൈബർഹുഡ്. വാട്ട് യു മീൻ ബൈ കളേർഡ് നൈബർഹുഡ്? മിക്സഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലം അല്ലേ? ഈ ജോഹന്നസ്ബർഗിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സിറ്റി ഇൻ സൗത്ത് ആഫ്രിക്ക. ആൻഡ് അവിടെ ബ്ലാക്ക്സ് മാത്രമല്ല, പല ടൈപ്പ് റേസിലുള്ള ആൾക്കാർ, പല വംശത്തിലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ വി കോൾ ഇറ്റ് ആസ് കളേർഡ് നൈബർഹുഡ്. ആ കളേർഡ് നൈബർഹുഡിൽ ഇങ്ങനൊരു അന്ധവിശ്വാസം ഉണ്ടാവില്ല എന്നവർക്ക് തോന്നി. അവിടെ എന്താണ്? ആഫ്രിക്കൻസ് മാത്രമല്ല, പല ടൈപ്പ് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. സോ ദേ ബോട്ട് 2 ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ക്യാറ്റ്സ്. ആൻഡ് അവരെന്ത് ചെയ്യാണ്? അത് കുറച്ച് വലുതായ സമയത്ത് അതിനെന്ത് ചെയ്യാണ്? പുറത്തേക്ക് റോം ചെയ്യാൻ, എന്താണ്, പുറത്തൊക്കെ പോകാനും ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കാനും ഒക്കെ അനുവദിച്ച് വീട്ടിന് പുറത്തേക്ക് ഡേ ടൈമിൽ ആ പൂച്ചകളെ വിടുകയും ചെയ്തു. ഓക്കെ. Then one evening we came home to find something terrible had happened. Both the cats had been killed. On our front wall, someone had written in Afrikaans, "Hex." After the cats were killed, we took a break from the pets for a while. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു ദിവസം ഈവനിങ് ഇവർ ഒരു ഭയങ്കര ടെറിബിളായിട്ടുള്ള സംഭവം കണ്ടുപിടിക്കുകയാണ്. എന്താണ്? ഈ 2 ക്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് പൂച്ചകളെയും ആരോ കൊന്നു കളഞ്ഞു. ആൻഡ് ദേ ഹാഡ് റിട്ടൺ ഇൻ ദ സംതിങ് ഓൺ ദെയർ ഫ്രണ്ട് വാൾ. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട് വാൾ അവരെന്തോ ഒന്ന് എഴുതി വെച്ചു. എന്താണ്? ഹെക്സ്. ഹെക്സ് എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ഈസ് റിട്ടൺ ഇൻ ആഫ്രിക്കാൻസ്. ആഫ്രിക്കാൻസ് എന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ ലാംഗ്വേജ് ഇൻ ആഫ്രിക്ക. നമ്മൾ മലയാളീസ് മലയാളം പറയുന്നത് പോലെ ആഫ്രിക്കക്കാരുടെ ഭാഷയാണ് ആഫ്രിക്കാൻസ്. ആഫ്രിക്കാനിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഹെക്സ്, വിച്ച് മീൻസ് വിച്ച്. വിച്ച് എന്ന് വെച്ചാൽ എന്താ? അന്നത്തെ ഈവനിങ് അങ്ങനെ കണ്ടതോടുകൂടി ദേ വർ ഷോക്ക്ഡ്. അവരുടെ 2 പെറ്റിനെയും കൊല്ലുകയും ചെയ്തു, അവിടെ ഹെക്സ് എന്ന് എഴുതി വെക്കുകയും ചെയ്തു. എന്താണ്? മന്ത്രവാദി എന്ന് എഴുതി വെക്കുകയും ചെയ്തു. സോ ദേ വർ വെരി സാഡ് ആൻഡ് ദേ സ്റ്റോപ്ഡ് ബൈയിങ് മോർ പെറ്റ്സ്, അല്ലെങ്കിൽ ദേ ടുക്ക് എ ബ്രേക്ക് ഫ്രം ഹാവിങ് പെറ്റ്സ്. പിന്നീട് അവർ കുറച്ച് കാലത്തേക്ക് പെറ്റുകളെ ഒന്നും വാങ്ങിയില്ല, കാരണം അവർക്കതൊരു ഷോക്കായിരുന്നു. Almost every black family I knew had a dog. No matter how poor you were, you had a dog.
White people treat dogs like children or members of the family. Black people's dogs are more for protection, a poor man's alarm system. You buy a dog and you keep it out in the yard. Black people name the dogs by their traits. If it has stripes, you call it tiger. If it is vicious, you call it danger. If it has spots, you call it sporty. സോ ഇവിടെ എന്താണ് പറയുന്നത്? ഓൾമോസ്റ്റ് എവ്രി ബ്ലാക്ക് ഫാമിലി ഹീ നോസ്, ദിസ് ഓദർ നോസ്, ടെവർ നോ, അവർക്കറിയാവുന്ന എല്ലാ ബ്ലാക്ക് ഫാമിലിയിലും ഒരു ഡോഗ് ഉണ്ടായിരുന്നു. നോ മാറ്റർ ഹൗ പൂർ ദേവർ, അവരെത്ര പാവപ്പെട്ടവരായാലും അവരെത്ര റിച്ച് ആയാലും അവർക്കെല്ലാവർക്കും ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ ആർ സെയിങ് ഹൗ ദിസ് വൈറ്റ് പീപ്പിൾ ആൻഡ് ബ്ലാക്ക് പീപ്പിൾ ആർ ട്രീറ്റിംഗ് ദ ഡോഗ്. വൈറ്റ് പീപ്പിൾ ഈ ഡോഗിനെ തൻ്റെ ഫാമിലിയിലെ ഒരു അംഗമായിട്ടാണ് കാണുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ മെമ്പർ ഇൻ ദ ഫാമിലി ആൻഡ് ദേ ആർ ട്രീറ്റിംഗ് ദം ലൈക്ക് എ ചൈൽഡ്, ഒരു കുട്ടിയെ പോലെയൊക്കെയാണ് ഡോഗിനെ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ബ്ലാക്ക് പീപ്പിൾസ് എങ്ങനെയാണ്? ദേ ആർ യൂസിങ് ദ ഡോഗ് ഫോർ ദെയർ പ്രൊട്ടക്ഷൻ. അവരൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഡോഗിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എൻ അലാം സിസ്റ്റം. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഡോഗ് വന്നിട്ട് ബാർക്ക് ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക് എൻ അലാം സിസ്റ്റം. ആൻഡ് അവർ പറയുന്ന വേറൊരു കാര്യം എന്താണ്? ഈ ഡോഗിന് അവരെല്ലാവരും അവരുടെ യാർഡിൽ, അവരുടെ കീപ്പ് ചെയ്തിരുന്നത് യാർഡിലാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബ്ലാക്ക് പീപ്പിൾ നെയിം ദ ഡോഗ് ബൈ ദയർ ട്രെയ്റ്റ്സ്. അതിന് ആ ഒരു ഡോഗിനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ വെച്ചിട്ടാണ് ആ ഡോഗിനെ പേരിട്ടിരുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് സ്ട്രൈപ്സ്, അതിന് സ്ട്രൈപ്സ് ഉണ്ടെങ്കിൽ എന്താണ്? ആ ഡോഗിനെ നമ്മൾ ടൈഗർ എന്ന് വിളിക്കും അല്ലേ? ടൈഗറിന് സ്ട്രൈപ്സ് ഉള്ളതുകൊണ്ട് ഈ വരയുള്ള പട്ടിക്കുട്ടികളുണ്ടെങ്കിൽ നമ്മളതിനെ ടൈഗർ എന്ന് വിളിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് വിഷ്യസ്, അത് കുറച്ച് ഡേഞ്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ അതെന്താണ് ബാക്കിയുള്ളവരെയൊക്കെ അറ്റാക്ക് ചെയ്യുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡേഞ്ചർ എന്ന് വിളിക്കും. ആ പട്ടിക്കുട്ടിയുടെ പേര് ഡേഞ്ചർ എന്നായിരിക്കും. പിന്നെ അതിന് സ്പോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ എന്തെങ്കിലും കുത്തോ കരയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടി എന്ന് വിളിക്കും. നമ്മളും അങ്ങനെയാണല്ലോ ചെയ്യാറ്. ഇഫ് ദ ഡോഗ് ഈസ് ബ്ലാക്ക്, നമ്മളതിനെ ബ്ലാക്കി എന്ന് വിളിക്കും. ബ്രൗൺ ആണെങ്കിൽ നമ്മൾ ബ്രൗണി എന്ന് വിളിക്കും. അതുപോലെ തന്നെ വൈറ്റ് കളർ ഡോഗിന് ചിലപ്പോൾ നമ്മൾ സ്നോയി എന്ന് പേരിടും. സോ അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും ട്രെയ്റ്റ്സും വെച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നെയിംഡ് ദ ഡോഗ്. ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണ് പറയുന്നത്? വൺ ഡേ some lady at my mom's work offered us 2 puppies. Mom brought them home and I was the happiest kid on the earth. She named them Fufi and Panther. Fufi, I don't know where her name came from. Panther had a pink nose, so she was Pink Panther and eventually just Panther. They were 2 sisters who loved and hated each other. They would look out for each other. They would also fight all the time. It was a strange relationship. സോ ഫൈനലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ദിവസം ഈ ഓതറിൻ്റെ അമ്മ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഉള്ള ഒരു ലേഡി, ആ വർക്ക് പ്ലേസിലൊരു ലേഡി 2 ക്യൂട്ട് പപ്പീസിനെ കൊടുക്കുകയാണ് ഈ അമ്മയ്ക്ക്. ആൻഡ് ഹി വാസ് ദ ഹാപ്പിയസ്റ്റ് കിഡ് ഓൺ ദ എർത്ത്. സോ വൈ? 2 നല്ല ബ്ലാക്ക് ക്യാറ്റ്സ് ഉണ്ടായിരുന്നു, അതിനെ ആരോ കൊന്നു അല്ലേ? അതിനുശേഷം ഒരു കുറച്ച് കാലത്തേക്ക് പെറ്റ്സ് ഒന്നുമില്ല. സോ ഹി ഗോട്ട് 2 ന്യൂ പപ്പീസ് ആൻഡ് ഹി വാസ് വെരി ഹാപ്പി. 2 പപ്പീസിന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൻഡ് എന്താണ്, അതിന് അവർ പേരിട്ടു. ഒന്നിൻ്റെ പേരാണ് ഫൂഫി. ഫൂഫിയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ അല്ലേ? അതിൻ്റെ ടൈറ്റിൽ തന്നെ ഫൂഫി എന്നാണ്. ആൻഡ് ദ അതർ വൺ ഈസ് പാന്തർ. ഈ ഫൂഫിക്ക് എങ്ങനെയാണ് ഫൂഫി എന്ന് പേര് വന്നതെന്ന് ഈ ഓതറിനും അറിയില്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ആൻഡ് ദേ നെയിംഡ് ഹിം ഫൂഫി. മേ ബി ഇറ്റ്സ് ഈസി ടു കോൾ, വിളിക്കാൻ എളുപ്പമായതുകൊണ്ടായിരിക്കും. സംഹൗ ഇറ്റ് വാസ് നെയിംഡ് ഫൂഫി. ആൻഡ് ഫോർ ദ പാന്തർ, പാന്തറിന് അങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാന്തറിന് പിങ്ക് നോസ് ആയിരുന്നു. ആൻഡ് യു നോ ദ കാർട്ടൂൺ ക്യാരക്ടർ പിങ്ക് പാന്തർ. പിങ്ക് പാന്തറിനെ അറിയില്ല? ഞാനിത് അവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ പോപ്പുലർ കാർട്ടൂൺ, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു കാർട്ടൂണാണ് അല്ലേ? നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അതിലുള്ള പിങ്ക് പാന്തറിൻ്റെ പിങ്ക് നോസ് പോലെ റിസംബിൾഡ് ദിസ് പാന്തേഴ്സ് നോസ്. സോ അത് ഒരുപോലെ ആയതുകൊണ്ടാണ് അതിനെ പിങ്ക് പാന്തർ എന്ന് വിളിച്ചിരുന്നു ആദ്യം. പിന്നീട് അതെന്തായി? പാന്തറിനായി മാറി. സോ ദിസ് ബോത്ത് ഡോഗ്സ് ഫുഫി ആൻഡ് പാന്തർ വർ സിസ്റ്റേഴ്സ്. അവരെന്താണ്? സിസ്റ്റേഴ്സാണ്. ആൻഡ് ദേ ഹാഡ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ്. ഒരു പ്രത്യേകതരം റിലേഷൻഷിപ്പാണ്. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. സംടൈംസ് ദേ വർ ടുഗെദർ ആൻഡ് സംടൈംസ് ദേ വിൽ ഫൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി സ്ട്രെയിൻ ടു വാച്ച് ദം. അവരെ കൂടെയുള്ള അവർ രണ്ടുപേരെയും കാണുമ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഈ ഓതറിന് തോന്നിയിട്ടുള്ളത്. Panther was my mom's dog. Fufi was mine. Fufi was beautiful. Clean lines, happy face. She looked like a perfect bull terrier. Panther came out weird and scruffy looking. Panther was smart, whereas Fufi was dumb.
At least we always thought she was dumb. Whenever we called her, Panther would come right away, but Fufi wouldn't do anything. Panther would run and get Fufi, and then they had both come. It turned out that Fufi was deaf. Years later, Fufi died when a burglar was trying to break into our house. ഇവിടെ എന്താ പറയുന്നത്, പാന്തർ എന്ന് പറയുന്നത് ഈ ഓതറിൻ്റെ അമ്മയുടെ ഡോഗായിരുന്നു. ആൻഡ് ഫൂഫി എന്ന് പറയുന്നത് ഓതറിൻ്റെ ഡോഗായിരുന്നു. ഫൂഫി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ക്ലീൻ ലൈൻസ് ഉണ്ടായിരുന്നു, ഹാപ്പി ഫേസ് ഉണ്ടായിരുന്നു, ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ബുൾ ടെറർ. വാട്ട് ഈസ് എ ബുൾ ടെറർ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡോഗ് ബ്രീഡ്. കുറേ ടൈപ്പ് ഓഫ് ബ്രീഡുകളുണ്ട് അല്ലേ. അതിൽ ഒരു പെർട്ടിക്കുലർ ബ്രീഡാണ് ഈ ബുൾ ടെറർ. ഞാനിവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ പക്ഷേ ഈ പാന്തറോ, ഓൺ ദ അതർ ഹാൻഡ്, പാന്തർ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ്, കുറച്ച് എന്താണ് സ്ക്രൂഫി ലുക്കിംഗ്, വിച്ച് മീൻസ് നോട്ട് ദാറ്റ് ക്ലീൻ, കുറച്ച് അൺടൈഡി ആയിട്ടുള്ള, അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത, കാണുമ്പോൾ അത്ര അട്രാക്റ്റീവ് ഒന്നും അല്ലാത്ത ഒരു പട്ടിക്കുട്ടിയായിരുന്നു ആര്, പാന്തർ. ബട്ട് പാന്തർ ഈസ് വെരി സ്മാർട്ട്. പാന്തർ ഭയങ്കര സ്മാർട്ടാണ്. ആൻഡ് ഹീ ഈസ് ലൈക്ക് വെരി ആക്റ്റീവ്. എല്ലാ കാര്യത്തിലും പെട്ടെന്ന് എല്ലാം ചെയ്യും. ഇവർ വിളിക്കുമ്പോഴേക്കും ഓടി വരും. സോ ഹീ ഈസ് വെരി സ്മാർട്ട്. ആൻഡ് എവ്രി വൺ ഇൻ ദ ഹൗസ് തോട്ട് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ ഡോഗ് ഫൂഫി ഈസ് ഡംപ്. ഈ ഫൂഫി എന്ന് പറയുന്നത് പട്ടിക്കുട്ടി വളരെ ഡമ്പാണ്, അല്ലെങ്കിൽ അതിനത്ര പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, അതൊരു മണ്ടൻ പപ്പിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ പപ്പി ഫൂഫി ഈസ് ഡെഫ്. ഫൂഫി എന്തായിരുന്നു, ഡെഫായിരുന്നു. ഫൂഫിക്ക് ചെവി കേൾക്കില്ലായിരുന്നു. ആൻഡ് ഇയേഴ്സ് ലേറ്റർ, കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഫൂഫി ഡൈഡ് വെൻ എ ബർഗ്ലർ വാസ് ട്രൈങ് ടു ബ്രേക്ക് ഇൻ ടു അവർ ഹൗസ്. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ബർഗ്ലർ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് തീഫ് ഇവർ വീട്ടിലേക്ക് അറ്റാക്ക് ചെയ്ത് വന്നപ്പം എന്താണ്, ഈ ബ്രേക്ക് ചെയ്ത് കയറി വന്ന സമയത്ത് ഫൂഫി മരിച്ചു പോവുകയാണ് ചെയ്തത്. അത് ആ ഫൂഫി അവിടെ എന്ത് ചെയ്യാണ്, ഫൂഫി തീർന്നു. He pushed the gate over and it fell on her back and broke her spine. We took her to the vet and she had to be put down. After examining her, the vet came over and gave the news. It must have been strange for your family living with a dog that was deaf, he said. What? You didn't know your dog was deaf? No, we thought it was stupid. That's when we realized that their all lives that one dog had been telling the other dog what to do somehow. The smart hearing one was helping the doggy deaf one. Fufi was the love of my life, beautiful but stupid. I raised her. I potty trained her. She slept in my bed. A dog is a great thing for a kid to have. It's like a bicycle with an emotions. Fufi could do all sorts of tricks. She could jump super high. I mean, Fufi could jump. I would hold a piece of food out above my own head and she had leap up and grab it like it was nothing. If social media was around then, Fufi would have been a star. ഇവിടെ എന്താണ് പറയുന്നത്, ഈ ബർഗ്ലർ വീട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കിയ സമയത്ത് ബ്രേക്കിംഗ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഗേറ്റ് പുഷ് ചെയ്യുകയും അതിനെ തൊട്ട് താഴെ കിടന്നിരുന്ന ഫൂഫിയുടെ മേലേക്ക് ഈ ഗേറ്റ് വീഴുകയും ഫൂഫി എന്ത് ചെയ്യാണ്, അതിന് നട്ടലൊടിഞ്ഞു പോവുകയും ചെയ്യാണ്. അങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ വെറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹു ഈസ് എ വെറ്റിനറി ഡോക്ടർ അടുത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ ഈ ഫൂഫീനെ നോക്കിക്കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, വി ഹാവ് ടു പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്, അതിനെ കൊന്നു കളയുന്നതാണ് നല്ലത്. കാരണം ഒരിക്കലും അതിന് ജീവിക്കാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് പെയിൻ, ഭയങ്കര പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദേ റെഫർ ഹിം ഫോർ ദ പുട്ട് ഡൗൺ. ആൻഡ് ആഫ്റ്റർ എക്സാമിനിങ് ഫൂഫീനെ എക്സാമിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഡോക്ടർ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇറ്റ്സ് വെരി സ്ട്രെയിഞ്ച്, എന്താണത് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനെ ഡെഫായിട്ടുള്ളൊരു ഡോഗിനെ നിങ്ങൾ എങ്ങനെയാണ് വളർത്തിയത്? അത് കുറച്ച് ഒരു വ്യത്യസ്തമായൊരു സംഭവമാണ് അല്ലേ. കാരണം മെജോറിറ്റി ഓഫ് ദ ബ്ലാക്സ് ലിവിങ് ദർ ആർ ഗ്രോയിങ് അപ്പ് ദ ഡോഗ്സ് ബിക്കോസ് ഇറ്റ്സ് വർക്ക്സ് ആസ് എ അലാം സിസ്റ്റം, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു അലാം സിസ്റ്റം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ പെർട്ടിക്കുലർ ഫൂഫിക്ക് ചെവി കേൾക്കില്ലല്ലോ. അത് നിങ്ങൾക്കിതൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അനുഭവമല്ലേ എന്ന് ഈ ഡോക്ടർ ചോദിക്കുമ്പോഴാണ് ഈ ഫാമിലി അറിയുന്നത്. വാട്ട്? അപ്പോൾ ഈ ഡോക്ടർ ചോദിക്കുക, യു ഡോണ്ട് നോ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ ഡോഗ് വാസ് ഡെഫ്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ ഈ പട്ടിക്കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന്? അപ്പോൾ അവർ പറയാണ്, നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. ഞങ്ങൾ വിചാരിച്ചത് അതൊരു ബുദ്ധിയില്ലാത്തതാണ്, അതിന് ചെവി കേൾക്കില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് വെറും മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, അത് വിളിച്ചാൽ വരാത്തത് കൊണ്ടും പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടും
ഒന്നും അതങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അതിന് ബുദ്ധിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ദിസ് ഫൂഫി വാസ് ഡെഫ്. ആൻഡ് അപ്പോഴാണ് അവർക്ക് ആ റിയലൈസേഷൻ ഉണ്ടായത്. എന്താണ്? ഓൾ ദിസ് ടൈം പാന്തർ വാസ് അവെയർ ഓഫ് ദിസ്. പാന്തറിന് അറിയായിരുന്നു ഫൂഫിക്ക് ചെവി കേൾക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ പാന്തർ എപ്പോഴും ഈ ഫൂഫീനെ ആരെങ്കിലും വിളിക്കുമ്പം പാന്തർ എന്താ ചെയ്യുക? ഓടി അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെ തട്ടി വിളിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ വരും, അല്ലെങ്കിൽ അതിനെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓൾ ദിസ് ടൈം പാന്തർ വാസ് അവെയർ അബൌട്ട് ദ കണ്ടീഷൻ ബട്ട് നോട്ട് ദ ഫാമിലി. ഫാമിലിക്ക് ആർക്കും അറിയില്ലായിരുന്നു. യു ജസ്റ്റ് ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് ഈസ്. കൂടെയുള്ള ആ ഡോഗിന് അറിയായിരുന്നു ഈ ഫൂഫിക്ക് ചെവി കേൾക്കില്ല എന്ന്. അതിനെപ്പോഴും അത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹൗ മച്ച് കൺസിഡറേഷൻ ഈസ് പാന്തർ ഗിവിങ് ടു ഫൂഫി. ഇല്ല, നമ്മൾ മേ ബി ഹ്യൂമൻ പോലും അങ്ങനെ ചെയ്യാറില്ല. ഹ്യൂമൻസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഹെൽപ്പ് ചെയ്യാറില്ല. ബട്ട് ദിസ് ഡോഗ് വാസ് ഹെൽപ്പിംഗ് ദ അതർ ഡോഗ് ഓൾ ദ ടൈം. നമ്മൾ സ്മാർട്ടാണെന്ന് പറഞ്ഞ പാന്തർ എപ്പോഴും ഫൂഫീനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാ, ആൻഡ് ഫൂഫി എന്ന് പറയുന്നത്, ഈ ഓതർ പറയുന്നത്, ഇറ്റ് ഈസ് ദ ലവ് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയാളുടെ എല്ലാമായിരുന്നു ഫൂഫി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് സ്റ്റുപ്പിഡ് ആയിരുന്നെങ്കിലും അതിന് ചെവി കേൾക്കില്ലെങ്കിലും ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് ഈസ് വെരി ക്യൂട്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ളൊരു നല്ല പപ്പിയായിരുന്നു ഈ ഫൂഫി എന്ന് പറയുന്നത്. സോ ദ ഓതർ വാസ് റിമെമ്പറിങ് ഓൾ ദ മൊമെൻറ്റ്സ് ദാറ്റ് ഹി ഷെയർഡ് വിത്ത് ഫൂഫി. ഫൂഫീനെ പോട്ടി ട്രെയിനിങ് ചെയ്തത്, അതിനെ പോട്ടി ട്രെയിനിങ് വെച്ച് എന്താ ടോയ്ലറ്റ് ട്രെയിനിങ് അല്ലേ, അത് ചെയ്തത്, അത് ഇവർ രണ്ടുപേരുടെ അവരുടെ ബെഡിൽ കിടന്ന് ഉറങ്ങിയിരുന്നത്, ആൻഡ് ഓൾ ദ ബ്യൂട്ടിഫുൾ തിങ്സ് അവർ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആൻഡ് ഹീ ഈസ് സെയിങ് ദാറ്റ് ഇറ്റ്സ് എ ഫേമസ് കൊട്ടേഷൻ, എ ഡോഗ് ഈസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്, ഇറ്റ്സ് ലൈക്ക് എ ബൈസിക്കിൾ വിത്ത് ഇമോഷൻ. ഒരു കുട്ടിക്ക് കിട്ടുന്നതിൽ വെച്ചിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഒരു ഡോഗ് എന്ന് പറയുന്നത്. ആൻഡ് അതെന്തുകൊണ്ടാണ്? അത് ഈസ് ലൈക്ക് എ ബൈസിക്കിൾ, ഒരു ബൈസിക്കിൾ പോലെയാണ്. പക്ഷേ ബൈസിക്കിളിന് എന്തില്ല? ഇമോഷൻസ് ഇല്ല, അതിന് ഒരു ലൈഫില്ല. ബട്ട് ഡോഗ് ഈസ് ലൈക്ക് എ ബൈസിക്കിൾ വിത്ത് എൻ ഇമോഷൻ. അതാണ് ഈ ഓതറിൻ്റെ ഒരു ഫേമസ് പോപ്പുലർ കോട്ടാണത്. ആൻഡ് ഹീ സെയിങ് ദാറ്റ് ഈവൻ ദോ ഹീസ് ഡെഫ്, അത് ഡെഫായിരുന്നെങ്കിലും ഹീ ക്യാൻ ഡു ഓൾ ദ തിങ്സ്. അതിനെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ജമ്പ് ചെയ്യുമായിരുന്നു. അത് ഈവൻ ഇത് ഫുഡൊക്കെ എന്താണ് ഈ ഓതറിൻ്റെ എബോ ഹെഡ്, തലേനെ മുകളിൽ പൊക്കി വെച്ചാലും അത് സിമ്പിൾ തിങ് ആയിട്ട് ക്യുക്കായിട്ട് അത് ചാടി ആ ഫുഡ് എടുത്ത് കഴിക്കുമായിരുന്നു. സോ ആൻഡ് ഹി വാസ് ഓൾസോ സെയിങ് ദാറ്റ്, ഓതർ പറയാണ്, ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫൂഫി ഇപ്പോൾ ഒരു സ്റ്റാർ ആയേനെ. കാരണം എല്ലാ കൈൻഡ് ഓഫ് ട്രിക്സും അതിനറിയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയായിരുന്നു അതിനെ കാണാൻ. Fufi was a little rascal as well. During the day, we kept the dogs in the backyard, which was enclosed by a wall, at least 5 feet high. After a while, every day we had come home and Fufi would be sitting outside the gate, waiting for us. We were always confused. Was someone opening the gate? What was going on? It never occurred to us that she could actually scale a 5-foot wall, but that was exactly what was happening. Every morning, Fufi would wait for us to leave, jump over the wall, and go roaming around the neighborhood. I caught her one day when I was home for the school holidays. My mom had left for work and I was in the living room. Fufi didn't know I was there. She thought I was gone because the car was gone. I heard Panther barking in the backyard, looked out and there was Fufi scaling the wall. She had jumped, scampered up the last couple of feet, and then she was gone. I couldn't believe what was happening. I ran out of front, grabbed my bicycle, and followed her to see where she was going. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഫൂഫി വളരെ ബ്യൂട്ടിഫുൾ, ക്യൂട്ടും സ്മാർട്ടും ഒക്കെ ആയിരുന്നെങ്കിലും, ഈവൻ ദോ അത് ഡെഫ് ആയിരുന്നെങ്കിലും, ഫൂഫി ഒരു ചെറിയ ലിറ്റിൽ റാസ്കൽ കൂടിയായിരുന്നു. കുറേ വികൃതികളും നോട്ടിനെസ്സൊക്കെ ഫൂഫി കാണിക്കുമായിരുന്നു. ഇവർ ഈ ഡോഗ്സിനെ വെച്ചിരുന്നത് ഇവരുടെ ബാക്ക് യാർഡിലാണ്, വീടിൻ്റെ പുറകു വശത്താണ്. ആൻഡ് അവിടെ ഭയങ്കര വലിയൊരു വാളുണ്ട്, അറ്റ്ലീസ്റ്റ് 5 feet ടോൾ, 5 feet എങ്കിലും ടോൾ, 5 അടിയെങ്കിലും ഉയരമുള്ളൊരു വാളുണ്ട്. അതിനുള്ളിലാണ് ഈ ഡോഗ്സ് എല്ലാം ഉള്ളത്. പക്ഷേ എല്ലാ ദിവസവും ഇവർ സ്കൂളിലും ഓതറിൻ്റെ അമ്മ വർക്കും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഫൂഫി എന്ത് ചെയ്യും? ഈ ഗേറ്റിന് പുറത്തുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം ഈ ഇത്രയും ചെറിയ പപ്പി എങ്ങനെയാണ് ഈ 5 feet വാള് കടന്നു പോകുന്നത് എന്ന് അവർ വിചാരിക്കുന്നത് ആരെങ്കിലും ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അകത്ത് വരുന്നുണ്ടോ, അതങ്ങനെയാണ് പുറത്ത് കിടക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഈ ഓതറിന് മനസ്സിലായി എല്ലാ ദിവസവും എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യാണ് ഓതർ, ഒരു സ്കൂൾ ഡേ, ഒരു വർക്കിംഗ് ഡേ
സ്കൂളിൽ പോയില്ല, ലീവ് എടുത്തിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ജോലിക്ക് പോയി. സോ ഈ ഫൂഫി വന്ന് നോക്കിയ സമയത്ത് കാറ് പോയി. അപ്പോൾ ഫൂഫിക്ക് തോന്നി ഓദറും പോയി അമ്മയും പോയി, വീട്ടിലാരും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഫൂഫി അവളുടെ ഡെയിലി റൊട്ടീൻ ചെയ്യാൻ തുടങ്ങി. എന്താണ് ചെയ്യുന്നത്? ഈ 5 ഫീറ്റ് ടോളായിട്ടുള്ള ഈ വാള് ഫൂഫി ഒറ്റയ്ക്ക് ചാടും. അത് സ്കെയിൽ ചെയ്ത് പോയി ചാടി അപ്പുറത്തേക്ക് കടക്കും. എന്നിട്ട് ഈ നൈബർഹുഡിലൊക്കെ റോം ചെയ്യും. അതാണ് ഡെയിലി ഫൂഫി ചെയ്യുന്നത്. സോ ഇങ്ങനെ അന്നത്തെ ദിവസം പാന്തറും ഫൂഫിയും ഉണ്ടല്ലോ, പാന്തർ എന്ത് ചെയ്യാണ്? ബാർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ഈ റൈറ്റർ മെല്ലെ ഇങ്ങനെ നോക്കിയ സമയത്ത് ഇത് കാണുകയാണ്. ഈ ഫൂഫി എന്ത് ചെയ്യാണ്? മതിൽ കടന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം തന്നെ ഈ ഓതറിന് മനസ്സിലായി എന്തോ തരികിടയാണ്, അല്ലാതെ എന്തിനാണിത് പോകുന്നതെന്ന് അറിയില്ലല്ലോ. തൻ്റെ ബൈസിക്കിൾ എടുത്തിട്ട് വേഗം തന്നെ ഫൂഫീനെ എന്ത് ചെയ്യാണ്? ഓതർ ഫോളോ ചെയ്യാണ്. She went a long way, many streets over, to another part of the neighborhood. Then she went up to the other house and jumped over their wall into their backyard. What the hell was doing? I was up to the gate and rang the doorbell. A kid answered. May I help you? He said. Yeah, my dog is in your yard. What? My dog. She is in your yard. Fufi walked up and stood between us. Fufi, come, I said. Let's go. This kid looked at Fufi and called her by some other stupid name. Spotty, go back inside the house. Whoa, whoa, I said. Spotty? That's Fufi. No, that's my dog, Spotty. No, that's Fufi, my friend. No, this is Spotty. സോ ഓദർ വാസ് ഫോളോയിങ് ഫൂഫീനെ ഫോളോ ചെയ്ത് പോയി. അപ്പോഴാണ് കാണുന്നത് ഫൂഫി വെൻ്റെ ലോങ് വേ, ഒരുപാട് ദൂരേക്ക് പോയി. മെനി സ്ട്രീറ്റ്സ് ഓവർ, കുറേ സ്ട്രീറ്റ്സ് കഴിഞ്ഞിട്ട് അനദർ പാർട്ട് ഓഫ് ദ നൈബർഹുഡിൻ്റെ വേറൊരു പാർട്ടിലെത്തി. ആൻഡ് ഷീ വെൻറ്റ് സ്ട്രെയിറ്റ് അപ്പ് ടു എ ഹൗസ്, ഒരു വീട്ടിലേക്ക് പോയി. എന്നിട്ടോ അവരുടെ വാള് ജമ്പ് ചെയ്ത് അവരുടെ ബാക്ക് യാർഡിലേക്ക് പോയി. സോ ദ ഓദർ വാസ് വെരി സർപ്രൈസ് ടു സീ ദാറ്റ്. കാരണം ഫൂഫി അങ്ങനെയൊന്നും ചെയ്യില്ല. ഫൂഫി ആരാണ്? ഈ ഓദറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡോഗാണല്ലേ. ആൻഡ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഒബ്വിയസ്ലി എന്ത് ചെയ്തു? ഓദർ പോയിട്ട് ആ ഹൗസിൽ ബെല്ല് റാങ് ചെയ്തു. അപ്പോൾ ഒരു കിഡ് വന്ന് ചോദിച്ചു, വാട്ട് യു വാണ്ട്? എന്താണ് വേണ്ടത്? മേ ഐ ഹെൽപ്പ് യു? എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പം ഓദർ പറഞ്ഞു, എൻ്റെ ഡോഗ് നിങ്ങളുടെ ബാക്ക് യാർഡിലുണ്ട്, ഞാൻ അതിനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ കിഡ് വാസ് ലൈക്ക്, വാട്ട്? എന്ത് ഡോഗ്? ഏത് ഡോഗ്? അപ്പോൾ പിന്നെയും നമ്മുടെ ഓദർ പറയാണ്, യാ, എൻ്റെ ഡോഗ് ഉണ്ട്, അത് നിങ്ങളുടെ ബാക്ക് യാർഡിലാണുള്ളത്, അതിനെനിക്ക് വേണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഈ ഒരു മുറ്റത്തേക്ക് ഇവരിൽ നിന്ന് സംസാരിക്കുന്നിടത്തേക്ക് ഫൂഫി വരികയാണ്. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഇൻ ബിറ്റ്വീൻ ഫൂഫി ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഫൂഫിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ ഫൂഫി ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ്. ആൻഡ് ദേ ബോത്ത് വെർ ആർഗ്യൂയിങ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, നോ, അത് നിങ്ങളുടെ ഡോഗും ഫൂഫിയും ഒന്നുമല്ല, ഇതെൻ്റെ ഡോഗാണ്. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ പേരാണ് സ്പോട്ടി. അത് ഞാൻ സ്പോട്ടി എന്നാണ് വിളിക്കുന്നത്. സം സ്റ്റുപ്പിഡ് നെയിം, വേറൊരു പേരെന്നാണ് പറയുന്നത്. അതിന് വേറൊരു പേര് പറഞ്ഞു, അതാണ് സ്പോട്ടി. എന്നിട്ട് പറഞ്ഞു, ഗോ ബാക്ക് ഇൻസൈഡ്. സ്പോട്ടി, നീ അകത്തേക്ക് പോക്കോ. അപ്പം ഓദർ പിന്നെ, ഓ സ്പോട്ടി, അത് സ്പോട്ടി അല്ല, അത് ഫൂഫിയാണ്, അത് എൻ്റെ ഡോഗാണെന്ന് പറഞ്ഞു. ആൻഡ് ദേ ബോത്ത് വർ ആർഗ്യൂയിങ്. അവരെന്ത് ചെയ്തു? ഒരു വലിയ ആർഗ്യുമെൻറ്റിൽ എത്തുകയാണ്. How could this be Spotty? She doesn't even have spots. You don't know what you are talking about. This is Spotty. Fufi. Spotty. Fufi. Of course, since Fufi was deaf, she didn't respond to Spotty or Fufi. She just stood there. I started cursing the kid out. Give me back my dog. I don't know who you are. He said, but you better get out here. Then he went into the house and got his mum and she came out. What you want? She asked. That's my dog. This is our dog. Go away. I started crying. Why are you stealing my dog? I turned to Fufi and begged her. Fufi, why are you doing this to me? Why, Fufi? Why? I called to her. I begged her to come. Fufi was deaf to my pleas and everything else. I jumped onto my bike and raced home, tears running down my face. I loved Fufi so much. To see her with another boy, acting like she didn't know me, after I raised her, after all the nights we spent together, I was heartbroken. That evening, Fufi didn't come home because the other family thought
that I was coming to steal their dog. They had decided to lock her inside so she couldn't make it back the way normally did, to wait for us outside the fence. My mom got home from work. I was in tears. I told her Fufi had been kidnapped. We went back to the house. My mom rang the bell and confronted the mom. സോ വാട്ട് വാസ് ഹാപ്പനിങ് ദ ഓഥറും ആ കിഡും തമ്മിൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓഥർ വാസ് ക്വസ്റ്റ്യനിങ് ദ കിഡ്, ചോദിക്കുകയാണ്, മൈ ഡോഗ് ഈസ് നോട്ട് ഹാവിങ് എനി സ്പോട്ട് ഓൺ ഹെർ ബോഡി. എൻ്റെ ഡോഗിന് അവളുടെ മേൽ ഒരു കുത്തോ കോമയോ ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അതിനെ സ്പോട്ടി എന്ന് വിളിക്കുന്നത്? ആൻഡ് ദിസ് കിഡ് വാസ് ലൈക്ക്, അതെന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നത്, ഇതെൻ്റെ സ്പോട്ടിയാണ്. എന്നിട്ട് പറയാണ്, സ്പോട്ടി നീ അകത്തേക്ക് പൊക്കോ എന്ന് പറയാണ്. ആൻഡ് നമ്മുടെ ഓഥറിന് ഭയങ്കര വിഷമമായി. ഓഥറിന് എന്തായി, കരയാറായി. അപ്പോഴാണ് ഈ വീട്ടിലെ കിഡ് അമ്മേനെ വിളിച്ചു. ആ കുട്ടിയുടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വരൂ, നമ്മുടെ ഡോഗിനെ ഇവർ വേണമെന്ന് പറയുകയാണെന്ന് പറഞ്ഞു. ആൻഡ് ആ അമ്മ വന്നു. ആൻഡ് ദാറ്റ് മദർ വാസ് ഓൾസോ ലിറ്റിൽ റൂഡ്. കുറച്ച് റൂഡായിട്ട് ഈ ഓഥറിനോട് പറയാണ്, ഇത് ഞങ്ങളുടെ ഡോഗാണ്, ഗോ അവേ, ദൂരെ പൊക്കോ, ഇങ്ങോട്ട് ഇനി വരണ്ട എന്ന് പറയാണ്. ആൻഡ് പാവം ഹി വാസ് വെരി ഹെൽപ്ലെസ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു ക്രൈ. കാരണം ഫൂഫി എന്ന് പറയുന്നത് ഓഥറിൻ്റെ ഫേവറേറ്റ് ഡോഗാണല്ലേ. ആൻഡ് ഹി കാൺ ബിയർ ദാറ്റ്. അത് സഹിക്കാൻ പറ്റാതെ ഭയങ്കര സങ്കടമായിട്ട് ഓഥർ കരയാൻ തുടങ്ങി. ആൻഡ് ഹി വാസ് ആസ്കിങ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ ഡോഗിനെ ഇങ്ങനെ കട്ടെടുക്കുന്നത് അല്ലെങ്കിൽ മോഷ്ടിക്കുന്നത്? വൈ ആർ യു സ്റ്റീലിങ് മൈ ഡോഗ്? ആൻഡ് ഹീ ഈസ് മൈ ഡോഗ് ആൻഡ് ഹിസ് നെയിം ഈസ്, അതിൻ്റെ പേരെന്താണ്? ഇറ്റ്സ് നെയിം ഈസ് ഫൂഫി. ഫൂഫി എന്നാണ് അതിൻ്റെ പേര്. സോ പ്ലീസ് ഗിവ് മീ ബാക്ക്, അതിനെനിക്ക് തിരിച്ചു തരൂ എന്ന് പറയാണ്. ആൻഡ് ദേ ആർ നോട്ട് ഗിവിങ് ഹിം ദിസ് ഫൂഫി. ആൻഡ് എന്താണ്, നിന്നോട് ഇവിടുന്ന് പോകാനല്ലത് പറഞ്ഞതെന്ന് പറഞ്ഞ് അവരോട് പിന്നെയും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആൻഡ് ഫൂഫിയുടെ അടുത്ത്, ഫൂഫി ആണെങ്കിൽ വാസ് വെരി കൺഫ്യൂസ്ഡ്. ഫൂഫി ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ ഈ ഓഥർ പോയിട്ട് ഫൂഫിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, നീ എൻ്റെ കൂടെ വാ. ബട്ട് ദ തിങ് ഈസ് നോബഡി നോ ദാറ്റ് ദിസ് ഫൂഫി ഈസ് ഡെഫ്. ഇത്രയും പ്രശ്നം ഇവരുണ്ടാക്കിയിട്ടും ഒരാൾ ഫൂഫി എന്ന് വിളിക്കുന്നു, ഒരാൾ സ്പോട്ടി എന്ന് വിളിക്കുന്നു. പക്ഷേ ദിസ് പെർട്ടിക്കുലർ പപ്പി ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു എനിത്തിങ്. ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാര്യം എന്താണ്? ഹീ ഈസ് ഡെഫ്. അതെന്താണ്? ഡെഫായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയാണ്. സോ അതിന് ഇതിനോടൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഭയങ്കര സങ്കടത്തോടെ ഈ ഓഥർ ബൈസിക്കിൾ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആൻഡ് ദ ഓഥർ വാസ് തിങ്കിങ്, എങ്ങനെയാണ് എന്നെ ഇങ്ങനെ ബെട്രേ ചെയ്യാൻ തോന്നുന്നത്? എന്നെ എന്തിനാണ് ഫൂഫി ഇങ്ങനെ ബെട്രേ ചെയ്യുന്നത്? എൻ്റെ കൂടെ ഇത്രയും കാലം സ്പെൻഡ് ചെയ്ത്, ഓൾ ദ നൈറ്റ്സ് ആൻഡ് ദ ഡേ ആൻഡ് ഓൾ ദ തിങ്സ് ദാറ്റ് ദേ ഡിഡ് ടുഗെദർ, ഒക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് നീ വേറൊരു ആൺകുട്ടീനെ കണ്ടപ്പോൾ, ആ കിഡിനെ കണ്ടപ്പോൾ അതിൻ്റെ കൂടെ പോയിട്ട് ഇറ്റ്സ് ലൈക്ക് ഹാപ്പി. അത് ഭയങ്കര സന്തോഷത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. വൈ ആർ യു ഡൂയിങ് ദിസ് എന്ന് ആലോചിച്ചിട്ടും, ആൻഡ് ഓൾസോ വേറൊരു ആളുടെ കൂടെ ഹാപ്പി ആയിട്ട് ഫൂഫീനെ കണ്ടപ്പം അതിൻ്റെ സങ്കടവും കൂടെ ആയിട്ട് ഹി വാസ് വെരി സാഡ്. ആൻഡ് എന്നിട്ട് അമ്മ വന്ന സമയത്ത് എന്ത് ചെയ്യാണ്, എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ പോയിരുന്നു, കണ്ടു, അപ്പം നമ്മുടെ ഫൂഫീനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കരച്ചിലാണ് ആര് ചെയ്തത്? നമ്മുടെ ഓഥർ ചെയ്തത്. ആ ദിവസം എന്ത് ചെയ്തില്ല, ഫൂഫി എല്ലാ ദിവസവും വരുന്ന പോലെ ഈവനിങ് ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. എന്തുകൊണ്ടാണ്? ദിസ് പെർട്ടിക്കുലർ ഫാമിലി തോട്ട് ദാറ്റ് ദിസ് ബോയ്, അവർ ഓഥർ ഈസ് ട്രൈയിങ് ടു സ്റ്റീൽ ദ ഡോഗ്. ഈ ഡോഗിനെ സ്റ്റീൽ ചെയ്യാൻ, മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചിട്ട് അതിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം മോമി വന്ന സമയത്ത് അവർ ഓഥർ വാസ് ക്രൈയിങ്. ഭയങ്കര സങ്കടത്തോടെ ഓഥർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അമ്മേനോട് പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നമ്മുടെ ഡോഗിനെ കിഡ്നാപ്പ് ചെയ്തു. സോ ബോത്ത് the narrator and Amma, this mother, was going to the house. അമ്മേനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഈ നറേറ്റർ ആ വീട്ടിലേക്ക് പോവാണ്. എന്തിന്? കൺഫ്രണ്ടേഷൻ നടത്താനും ഡോഗിനെ തിരിച്ചു വാങ്ങാനും. Look, this is our dog. This lady lied to my mom's face. This is not your dog. We bought this dog. You didn't buy the dog. It's our dog. They went back and forth. This woman wasn't budging. So we went home to get evidence. Picture of us with the dogs, certificates from the vet. I was crying the all time. And my mom was losing her patience with me. Stop crying. We'll get the dog. Calm down. We gathered up our documentation and went back to the house. This time we brought Panther with us as a part of proof. My mom showed this lady the picture and the information from the vet. She still wouldn't give us Fufi. Finally, my mom said, okay, I'll give you 100 rand. Fine, the lady said.
അങ്ങനെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓതർ അമ്മേനെയും കൂട്ടിയിട്ട് വീണ്ടും ആ വീട്ടിലേക്ക് പോയി. ആൻഡ് ദാറ്റ് ലേഡി ഇൻ ദാറ്റ് ഹൗസ് ഈസ് ആർഗ്യൂയിങ്, പിന്നെയും ആർഗ്യൂ ചെയ്യാണ്. ആൻഡ് ഷീ ഈസ് ലൈയിങ് ഓൺ ടു ദ ഫേസ്, മുഖത്ത് നോക്കി കള്ളം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്ത്? ഇത് ഞങ്ങളുടെ ഡോഗാണ്, തരില്ല. അഗെയിൻ അമ്മ പറഞ്ഞു ഇല്ല, ഇത് ഞങ്ങളുടെ ഡോഗാണ്. അങ്ങനെ അവർ സമ്മതിക്കുന്നേ ഇല്ല. ആൻഡ് ദ ഓൾ ടൈം അവിടെ നിന്നിട്ട് ഈ നരേറ്റർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹി കാൺ സ്റ്റോപ്പ് ക്രൈയിങ്, സോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അവനോട് പറയാണ്, നീ കരയുന്നത് നിർത്ത്, യു സ്റ്റോപ്പ് ക്രൈയിങ് ആൻഡ് എനി വേ വിൽ ഗെറ്റ് ദ ഡോഗ്, നമുക്ക് എങ്ങനെയാണെങ്കിൽ നമ്മുടെ പപ്പിക്കുട്ടീനെ കിട്ടും, നീ കരയല്ലേ എന്ന് പറയാണ്. ആൻഡ് അവരെന്ത് ചെയ്തു? ദേ ഹാവ് ദെയർ ഡോക്യുമെൻറ്റേഷൻ, അവരുടെ അടുത്ത് കുറേ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. വെറ്റിനറി ഡോക്ടറെ അടുത്ത് പോയത്, ഇതിനെ വാങ്ങിയത്, പിന്നെ ഇവരുടെ ഫോട്ടോസ്, പിന്നെ പാന്തർ ഈസ് സിസ്റ്റർ, റൈറ്റ്, സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൊണ്ടിട്ട് ഇവർ ആ വീട്ടിൽ പോയി. എന്നിട്ടും സ്റ്റിൽ ദാറ്റ് ലേഡി വാസ് സ്റ്റബോൺ, ഭയങ്കര സ്റ്റബോണായിട്ട് പറഞ്ഞു ഇല്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഡോഗിനെ ഞാൻ തരില്ല. ആൻഡ് ഫൈനലി എന്ത് ചെയ്യാണ്? നറേറ്ററിൻ്റെ അമ്മ വാസ് ഓഫറിങ് എ 100 rand. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്നാൽ ഇത്രയും പൈസ തരാം, ഞാനൊരു 100 rand തരാം, എങ്കിൽ എനിക്ക് ആ ഡോഗിനെ തരൂ എന്ന് പറയാണ്. ആൻഡ് ആ ഒരു ഡീലിന് ആ ലേഡി ഓക്കെ പറയാണ്. Mom gave her some money and she brought Fufi out. This other kid who thought Fufi was sporty had to watch his mother sell the dog he thought was his. Now he started crying. Sporty, no. Mom, don't sell Sporty. I didn't care. I just wanted Fufi back. Once Fufi saw Panther, she came right away. The dogs left with us and we walked. I sobbed the whole way home, still heartbroken. My mum had no time for my whining. Why are you crying? Because Fufi loves another boy. So, why would that hurt you? It didn't cost you anything. Fufi is here. She still loves you. She's still your dog. So, get over it. Fufi was my first heartbreak. No one has ever betrayed me more than Fufi. It was a valuable lesson to me. The hard thing was understanding that Fufi wasn't cheating on me with another boy. She was merely living her life to the fullest. Until I knew that she was going out on her own during the day, her other relationship hadn't affected me at all. Fufi had no malicious intent. That experience shaped what I have felt about relationships for the rest of my life. You don't own the thing you love. I was lucky to learn that lesson at such a young age. I have so many friends who still, as adults, wrestle with the feelings of betrayal. They'll come to me angry and crying and talking about how they have been cheated on and lied to. And I feel for them. I understand what they are going through. I sit with them, buy them a drink, and I say, friend, let me tell you the story of Fufi. ഓക്കെ, സോ അവർ സ്റ്റോറി ഈസ് എൻഡിങ് ഹിയർ. നമ്മുടെ കഥ എന്താണ്? ഇവിടെ തീരാൻ പോവാണല്ലേ. എന്ത് ചെയ്യാണ്? മദർ എന്ത് ചെയ്തു? ഗേവ് ഹർ സം മണി, കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ട് ഫൂഫീനെ തിരിച്ചു വാങ്ങി. ആൻഡ് അത്രയും സമയം അവിടെ ഹാപ്പി ആയിട്ടിരുന്ന ആ കിഡ്, ആ വീട്ടിലെ ആ കിഡ് എന്ത് ചെയ്യാണ്? കരയാൻ തുടങ്ങുകയാണ്. കാരണം അതാരാണ്? ആ കുട്ടീൻ്റെ സ്പോട്ടിയാണ് അല്ലേ. എന്നിട്ട് പറയണം, അയ്യോ സ്പോട്ടീനെ കൊടുക്കരുത്, ഡോൺ സെൽ ഹെർ, അയ്യോ അമ്മേ അതിനെ വിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് കിഡ് വാസ് ക്രൈയിങ്. ബട്ട് ദിസ് നറേറ്റർ ഡിഡൻറ്റ് കെയർ. നറേറ്ററിന് അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ആ കുട്ടി കരയാണെങ്കിൽ കരയട്ടെ, എനിക്ക് എൻ്റെ ഫൂഫിയെ കിട്ടിയാൽ മതി. ആൻഡ് എന്താണ്, നമ്മളെ പാന്തറിനെ കണ്ട സമയത്ത് ഫൂഫി അപ്പം തന്നെ ഇവരുടെ കൂടെ വരികയാണ്. ഇവർക്ക് എന്താണ്, നമ്മൾ സർട്ടിഫിക്കറ്റ്സും വെറ്റ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ പാന്തറും ഉണ്ടായിരുന്നു. അങ്ങനെ പാന്തറിനെ കണ്ടപ്പം ഫൂഫി താനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവരുടെ കൂടെ വന്നു. അങ്ങനെ ഇവരെന്താണ് തിരിച്ച് വീട്ടിലേക്ക് പോയി. ആൻഡ് ഓൺ ദ വേ ബാക്ക് ഹോം, വീട്ടിലേക്ക് പോകുമ്പോഴും നറേറ്റർ വാസ് വെരി സാഡ് ആൻഡ് ഹീ വാസ് ക്രൈയിങ്. അപ്പോഴും നമ്മൾ ഫൂഫീനെ കിട്ടിയിട്ടും നറേറ്റർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ചോദിക്കുകയാണ്, വൈ ആർ യു സ്റ്റിൽ ക്രൈയിങ്, എന്തിനാണ് നീ ഇപ്പോഴും ഇങ്ങനെ കരയുന്നത്? അപ്പം നമ്മുടെ നറേറ്റർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. ഫൂഫിക്ക് എന്താണ്, വേറൊരു ബോയിനെയാണ് ഇഷ്ടം. എന്നെക്കാളും ഫൂഫിക്ക് അവനെയാണ് ഇഷ്ടം. അതുകൊണ്ടാണല്ലോ അവൻ്റെ അടുത്തേക്ക് പോയത്. അത് ആലോചിച്ചിട്ട് എനിക്ക് ഹാർട്ട് ബ്രേക്കായി, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ആയിക്കോട്ടെ, സോ അതിനെന്താണ്, എന്തൊക്കെയാണെങ്കിലും ഫൂഫി നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലേ, നമ്മളതിനെ തിരിച്ചു വാങ്ങിയില്ലേ, ആൻഡ് നിനക്കതിൽ നഷ്ടമൊന്നും ഇല്ലല്ലോ, യു ഡോണ്ട് ലോസ് എനിത്തിങ്. ആൻഡ് അത് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇറ്റ്സ് സ്റ്റിൽ യുവർ ഡോഗ്, ഷീ ഈസ് സ്റ്റിൽ വിത്ത് യു. നിൻ്റെ ഡോഗാണത്, നിൻ്റെ കൂടെ അതുണ്ട്, പിന്നെ എന്തിനാണ് നിനക്ക് ഇത്ര സങ്കടം?
പക്ഷേ ബിയോണ്ട് ദാറ്റ് അത് ഈ നറേറ്ററിൻ്റെ ഒരു ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. അത്ര ചെറുപ്പത്തിൽ തന്നെ നറേറ്ററിന് കിട്ടിയൊരു റിയലൈസേഷൻ ആയിരുന്നു അത്. ആൻഡ് അതിനേക്കാളും വേദനയായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് പിന്നീട് നറേറ്ററിന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നോ വൺ ഹാസ് എവർ ബെട്രേഡ് മീ മോർ ദാൻ ഫൂഫി. ഫൂഫീനേക്കാൾ കൂടുതൽ എന്നെ വേദനിപ്പിച്ച ഒരാളുമില്ല. വൈ? ബിക്കോസ് അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ലെസണാണ് നമ്മുടെ നറേറ്ററിന് കൊടുത്തത്. ആൻഡ് അയാൾക്കറിയാം, ഈ നറേറ്ററിനറിയാം, ഫുഫി വാസ് നോട്ട് റിയലി ഇൻറ്റൻറ്റഡ് ടു ചീറ്റ് ഹിം. ഭയങ്കര ഇവനെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ ഫൂഫി വാസ് വെരി ഹാപ്പി. ഫൂഫി സന്തോഷത്തിലായിരുന്നു. ഫൂഫി വാസ് ലിവിങ് ഹെർ ലൈഫ് ഇൻ ദ ഫുൾ ഫോം. ഭയങ്കര ഫുള്ളസ്റ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ പോവും, അപ്പോൾ ഇവിടുന്ന് പുറത്ത് പോവും, ആ ബോയുടെ അടുത്ത് പോവും, അവിടെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടായിരുന്നു ഫൂഫി ജീവിച്ചുകൊണ്ടിരുന്നത്. അതാണ് നമ്മുടെ നറേറ്ററിന് ഇത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ആൻഡ് നമ്മളെ പോലെയല്ല ഈ പെറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ അല്ലേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇഫ് ഐ ആം നോട്ട് കംഫർട്ടബിൾ വിത്ത് എ ഫ്രണ്ട് ഓർ ഇഫ് ഐ എം കംഫർട്ടബിൾ വിത്ത് എ പേഴ്സൺ, ഐ ക്യാൻ ഷോ ദാറ്റ്. നമുക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സിലൂടെയും സംസാരത്തിലൂടെയൊക്കെ അത് കാണിക്കാം. പക്ഷേ ഈ ഡോഗ്സും ക്യാറ്റ്സും അങ്ങനെയല്ല. അവർക്ക് എവിടെ നിന്നാണോ കൂടുതൽ സ്നേഹം കിട്ടുന്നത്, അവർക്ക് എവിടെ നിന്നാണോ കൂടുതൽ കെയർ കിട്ടുന്നത്, അവരവിടേക്കാണ് പോവുക. ആൻഡ് ഹീ ഓൾറെഡി നോ ഓൾ ദിസ് തിങ്സ് ആൻഡ് ദാറ്റ്സ് വൈ ഹീ ഈസ് സാഡ്. അപ്പോൾ ഫൂഫിക്ക് ഫുൾ സ്നേഹം അല്ലെങ്കിൽ ഫുൾ കെയർ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ എൻ്റെ ഫൂഫി എന്ത് ചെയ്തത്, വേറൊരു കുട്ടിയുടെ അടുത്തേക്ക് പോയത് എന്നാലോചിച്ചിട്ടും. ആൻഡ് ഫൂഫി വാസ് ഹാപ്പി, ഒരിക്കലും സാഡായിട്ടല്ല പോയത്. ആ ഒരു ഹാപ്പിനെസ് കണ്ടതുകൊണ്ടും കൂടിയാണ് ഇത്രയും വിഷമം ഈ നറേറ്ററിന് വന്നത്. ആൻഡ് ഇതിൽ നിന്നും ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിൽ നിന്നും ഇന്ന് ഷെയ്പ്പ് ചെയ്തിട്ടെടുത്ത ഒരു ലെസണുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, യു ഡോണ്ട് ഓൺ ദ തിങ്സ് യു ലവ്. നമുക്കിഷ്ടപ്പെട്ട തിങ്സ് നമ്മൾ തന്നെ ഓൺ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആൻഡ് ദിസ് എക്സ്പീരിയൻസ് ഷേപ്ഡ് വാട്ട് ദ ഓതർ ഈസ് ഫീലിംഗ് അബൌട്ട് റിലേഷൻഷിപ്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. വളരെ ചെറുപ്പത്തിൽ നടന്ന ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം അദ്ദേഹത്തിൻ്റെ ഓൾ ലൈഫിൽ ഒരു ബന്ധത്തിൽ ഈവൻ എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയാലും അതിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നും എന്നുള്ളൊരു വലിയ വാല്യുബിൾ ലെസണാണ് ഇതിലൂടെ ഈ നറേറ്റർക്ക് കിട്ടിയത്. ഹി വാസ് വെരി മച്ച് ലക്കിയർ ടു ലേൺ ദാറ്റ് ലെസൺ അറ്റ് സച്ച് എ യങ് ഏജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ലെസൺ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിൽ അയാൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി. കാരണം സ്റ്റിൽ ആസ് അഡൾട്ട്സ് ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പല ഫ്രണ്ട്സും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഓക്കെ ഞാനിങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്നോടിങ്ങനെ ഒരാൾ കള്ളത്തരം ചെയ്തു, അല്ലെങ്കിൽ എന്നെ അവർ ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്ക് ഭയങ്കര ഫീലായി എന്ന് പറയുമ്പോൾ ദിസ് ഓതർ വാസ് വെരി ചിൽ. അത് ഭയങ്കര ചില്ലായിട്ടാണ് എടുത്തത്. ബിക്കോസ് അത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു എക്സ്ട്രീമായിട്ടുള്ള ഹാർട്ട് ബ്രേക്ക് ഉണ്ടായതുകൊണ്ട് ഹീ നോ ലൈക്ക് വി കാൺട്ട് എക്സ്പെക്റ്റ് എനിത്തിങ് ഇൻ റിട്ടേൺ. അത് എന്ത് റിലേഷൻഷിപ്സ് ആയാലും, ഈവൻ ദോ ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ എ പെറ്റ്, ഒരു പെറ്റിനോടായാലും ഒരു ഫ്രണ്ടിനോടായാലും, ഈവൻ നമ്മുടെ സിസ്റ്റർ ബ്രദർ എനിവൺ, ആരും നമ്മൾ എന്ത് ചെയ്യരുത്, ഓക്കെ ഞാനിങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് എന്നെയായിരിക്കും കൂടുതൽ ഇഷ്ടം, സോ ദേ വിൽ ബി വിത്ത് മീ ഓൾ ദ ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി കാൺട്ട് എക്സ്പെക്റ്റ് എനിത്തിങ് ഇൻ റിട്ടേൺ. നമ്മൾ പറയില്ല, അൺകണ്ടീഷണൽ ആയിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ. വി കാൺട്ട് സെറ്റ് എനി കണ്ടീഷൻസ്. ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. ആൻഡ് ഇവിടെ നമ്മൾ ഓതർ പറയുന്നുണ്ടല്ലേ, പോട്ടി ട്രെയിനിങ് കൊടുത്തു, ഡേയും നൈറ്റും ഒരുമിച്ചിരുന്നു, ഒരേ ബെഡിലാണ് കിടന്നുറങ്ങിയത്, ഓൾ ദ നൈറ്റ് ദി സ്പെൻഡ് ടുഗെദർ, ബട്ട് സ്റ്റിൽ ഫൂഫി വെൻ വിത്ത് അനദർ ബോയ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഫൂഫി എന്താണ്, വേറൊരു ബോയിനെ കണ്ടപ്പോൾ ആ ബോയിൻ്റെ അടുത്ത് കംഫർട്ട് കിട്ടിയതുകൊണ്ട് അങ്ങോട്ട് പോയി. സോ വി കാൺട്ട് ഡു എനിത്തിങ് ഇൻ ദിസ് തിങ്സ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദ ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ ഡു ഈസ് വി ക്യാൻ ലവ് ദം വിത്തൗട്ട് എനി കണ്ടീഷൻസ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ വേണം നമ്മളെല്ലാം ചെയ്യാൻ. ആൻഡ് നമുക്കല്ലെങ്കിൽ എന്താണ്, അതൊരു ഹാർട്ട് ബ്രേക്കിലേക്ക് എത്തും. സോ അറ്റ് ദ യങ് ഏജ് ദിസ് നറേറ്റർ ഗോട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആൻഡ് സച്ച് എ വാല്യുബിൾ ലെസൺ ഫ്രം ഹിസ് ലൈഫ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലും പല ഫ്രണ്ട്സും ആസ് എൻ അഡൾട്ട് നമ്മുടെ ഓതറിൻ്റെ അടുത്ത് വന്ന് പറയാണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, എന്നെ ഇങ്ങനെ ഒരാൾ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വേഴ്സ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറയുമ്പം ഓതർ എന്താണ് പറയുന്നത്, അവർക്കൊരു ഡ്രിങ്കൊക്കെ വാങ്ങിക്കൊടുത്ത് അവരൊന്ന് സമാധാനിപ്പിച്ചിട്ട് ഓതർ പറയും, ഓക്കെ ലെറ്റ് മീ ടെൽ ദ സ്റ്റോറി ഓഫ് ഫൂഫി. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു കഥ പറഞ്ഞുതരാം, ഫൂഫിയുടെ കഥ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. സോ അത്രയും യങ് ഏജിൽ ഈ ഓതറിനുണ്ടായ എക്സ്പീരിയൻസ് വാസ് സച്ച് എൻ ഇമ്മൻസ് എക്സ്പീരിയൻസ്. ആൻഡ് അതിൽ നിന്നും ഷെയ്പ്പ് ചെയ്ത ആ ഒരു ലെസൺ
ഹീ ഈസ് ടേക്കിംഗ് ദാറ്റ് ലെസൺ ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ലെസണാണ് ആ ഒരു സമയത്ത് കിട്ടിയത്. അതാണ് ഈ ഒരു കഥയുടെ ഫുൾ സമ്മറി. ഓക്കെ, ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് സ്റ്റോറി. If you have any doubts, feel free to ask in the comment section. Also, subscribe the channel for more videos.